ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയ ഈ സുദിനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫെസോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം പറയുക, രക്ഷയുടെ ദിനത്തിനായി നിങ്ങളെ മുദ്രണം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എല്ലാവിധ ക്ഷോഭവും ക്രോധവും അട്ടഹാസവും കോപവും പരദൂഷണവും എല്ലാവിധ തിന്മകളോടും കൂടെ ഉപേക്ഷിക്കും. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. നമ്മൾക്ക് ദൈവം നൽകുന്ന സന്ദേശമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മളിൽ പാപങ്ങളില്ലാതാകണം. വൃത്തിയുള്ള പാത്രത്തിലാണ് ഭക്ഷണങ്ങൾ വിളമ്പുക. ഞാൻ ശുദ്ധമാണെങ്കിൽ എന്നിലേക്ക് ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഒഴുകപ്പെടുകയുള്ളൂ. എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിൻ്റെ മേഖലകളെയും എല്ലാം ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയവും കരങ്ങളും കണ്ണുകളും ദൈവത്തിൻ്റെ പക്കലേക്ക് വരട്ടെ. ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ പാവമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവമേ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നതും അവിടുത്തെ കരുണയുടെ ഫലമാണ്. ഈശോയെ, പാവങ്ങളെ വെറുതെ ഉപേക്ഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ പാവങ്ങളേറ്റു പറയുമ്പോൾ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. കുമ്പസാരം എന്ന ഉദാശ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പാവങ്ങൾ പൂർണ്ണമായി നീ അവിടുന്ന് മോചിപ്പിച്ച് ഞങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ടല്ലോ. ഈശോയെ, ഞങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കണമേ. അവിടുത്തെ ആത്മാവിനെ പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ വർഷിക്കണമേ. ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെയും രോഗികളായിരിക്കുന്നവരെയും പിശാചബാധിതരായിരിക്കുന്നവരിലേക്കും നിന്റെ വചനം കടന്നു ചെല്ലട്ടെ. കർത്താവേ, മക്കളിലേക്ക് നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.